ഏറ്റവും ബഹുമാനനായ അധ്യക്ഷൻ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ, ബഹുമാനിയായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ കെ ആർ ക്ലീറ്റസ്, നമ്മുടെ കമ്മീഷണർ ശ്രീമതി ഹിമ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ ഭാഗമായി നമുക്കറിയാം നാട്ടിലെ സാമ്പത്തിക ഘടകങ്ങൾ മാറി വരുമ്പോൾ അർഹരായ ആളുകൾ പുറത്തു നിൽക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാവും. ആ അർഹരായ ആളുകളെ മുൻഗണനാ കാർഡുകളിൽ പെടുത്തുക എന്നതൊരു വലിയ പ്രോസസ്സാണ്. ഒരുപാട് മാസങ്ങളായി കെട്ടിക്കിടന്നിരുന്ന ഒരു കാര്യമാണ്, തീരുമാനമെടുക്കാതെ കാത്തിരുന്ന ഒരു കാര്യമാണ്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽപ്പെടുത്തി സിവിൽ സപ്ലൈസ് വകുപ്പ് അത് ഏറ്റെടുത്തത്. അത് ഞങ്ങൾ വിളിച്ച യോഗത്തിൽ ആ തീരുമാനം വകുപ്പ് മന്ത്രിയും സെക്രട്ടറിയും കൂടി അറിയിക്കുകയും വളരെ പെട്ടെന്ന് അത്ഭുതകരമായ വേഗത്തിൽ ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. ഞാൻ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിയെയും സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥരെയും പ്രത്യേകമായി ഇക്കാര്യത്തിൽ അഭിനന്ദിച്ചു. 50,000 കാർഡുകൾ കൊടുക്കാൻ തീരുമാനിച്ച സ്ഥലത്ത് 73,024 കാർഡുകൾ കൊടുക്കാൻ തീരുമാനിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ആ കാർഡ് വിതരണം തുടങ്ങുകയും ചെയ്തു. അപ്പൊ 100 ദിവസത്തിന് വളരെ മുമ്പ് തന്നെ 1-ാം തീയതിയാണ് ഞങ്ങളിത് ആരംഭിച്ചത്. അതിന്റെ 1/3 ദിവസമായപ്പോഴേക്കും അവർ ഉറപ്പു തന്ന പദ്ധതി നടപ്പിലാക്കാനുള്ള കാര്യക്ഷമതയാണ് ഈ വകുപ്പ് പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇത് ഓണക്കാലമാണ്. നമുക്കറിയാം, മാർക്കറ്റിൽ സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും, കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും. ഈ 2 വിലക്കയറ്റത്തെയും നിയന്ത്രിച്ച് വിപണിയിൽ ഇടപെട്ട് മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്തേണ്ട ഏറ്റവും സുപ്രധാനമായ ഏജൻസിയാണ് നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പും അതുപോലെ സപ്ലൈകോയും. അവരെ ഏറ്റവും കൂടുതൽ സജ്ജരാക്കി. നമുക്കറിയാം, ഒരുപാട് ധനപ്രതിസന്ധിയിലൂടെ സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ ഒക്കെ സർക്കാർ കടന്നു പോകുന്ന അവസ്ഥയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്ന ഈ ഏജൻസിക്ക്, ഈ സംവിധാനത്തിന് ഒരു കുറവും വരുത്തരുത് എന്ന് കരുതിയിട്ടാണ് അവർക്ക് ആവശ്യമായ പണം ഇപ്പോൾ അനുവദിച്ചത്. ഇനിയും സംസ്ഥാനത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധാരണക്കാരായ ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായ സമയത്ത് വിതരണം നടത്താനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ഒന്ന് ഈ മാർക്കറ്റ് ഇന്റർവെൻഷൻ തന്നെയാണ്. അതിന് സിവിൽ സപ്ലൈസിന് വകുപ്പിനെയും സപ്ലൈകോയെയും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഭാവിയിൽ ഉണ്ടാവും. ഞങ്ങളുടെ ആഗ്രഹം, ഈ സർക്കാർ 1 വർഷം പൂർത്തിയാകുമ്പോൾ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഏറ്റവും നന്നായ മാർക്കറ്റിൽ ഇടപെടുന്ന ഒരു വലിയ ഏജൻസിയായി, നമ്മുടെ രാജ്യത്തിന് മുഴുവൻ മോഡലായ ഒരു ഏജൻസിയായി സപ്ലൈകോയെ മാറ്റണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സപ്ലൈകോയെ സ്വയം പര്യാപ്തമാക്കുക എന്നതുകൂടി ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ്. കാരണം ഞങ്ങൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റുകളുടെ മോഡലുകൾ പരിശോധിച്ചിട്ടുണ്ട്. അതായത് പല സാധനങ്ങളും നമ്മൾ 13 അത്യാവശ്യ വസ്തുക്കളാണ് സബ്സിഡി കൊടുത്ത് സപ്ലൈകോയിലൂടെ വിതരണം നടത്തുന്നത്. ഈ 13 സാധനങ്ങളിൽ പ്രാഥമികമായി ഒരു 5 ഐറ്റമെങ്കിലും, അത് നമ്മൾ കേരളത്തിന് പുറത്തു നിന്നാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അത് അവിടുത്തെ ക്രോപ്പ് സീസണിൽ തന്നെ വില കുറച്ച് വാങ്ങിച്ച് അതിവിടെ സ്റ്റോർ ചെയ്ത്, വലിയ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ മുളക് വാങ്ങിക്കാൻ അവര് ഗുണ്ടൂർ, ആന്ധ്രയിൽ നിന്നാണ് മുളക് വാങ്ങിക്കുന്നത്. മുളക് അവർ 25 രൂപ ക്രോപ്പ് സീസണിൽ അവർ വാങ്ങിക്കും. എന്നിട്ട് വലിയ ലക്ഷക്കണക്കിന് ടൺ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി അവരുണ്ടാക്കും. എന്നിട്ട് ഓഫ് സീസൺ ആകുമ്പോൾ 25 രൂപയ്ക്ക് വാങ്ങിച്ച മുളക് അവർ 100 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെയാണ് അവർ വലിയ ലാഭം ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് സപ്ലൈകോയ്ക്ക് അത് ചെയ്യാൻ പാടില്ല? അത് നമ്മൾ മാനിഫെസ്റ്റോയിലും ഗവൺമെന്റിന്റെ ബജറ്റിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട 4-5 ഐറ്റം ഇതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രോപ്പ് സീസണിൽ വാങ്ങിച്ചു സപ്ലൈകോയ്ക്ക് അതിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ, ലക്ഷക്കണക്കിന് ടൺ ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ആധുനികമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുക. അതിനാവശ്യമായ സഹായം ഗവൺമെന്റ് നൽകും. എല്ലാ സഹായവും മറ്റ് ഏജൻസികൾ വഴി ഗവൺമെന്റ് നൽകും. അപ്പോൾ 100 രൂപയ്ക്ക് അവർ വിൽക്കുന്ന സാധനം 75 രൂപയ്ക്ക് സപ്ലൈകോയ്ക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും. സപ്ലൈകോയ്ക്ക് അതിനുള്ള സബ്സിഡി ഗവൺമെന്റ് കൊടുക്കേണ്ടിയും വരില്ല. അപ്പൊ ഗവൺമെന്റിനും അതിനകത്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും. സപ്ലൈകോയ്ക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഈ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും. അതിനുള്ള ഏറ്റവും ആധുനികമായ മാനേജ്മെന്റ് സംവിധാനം, മാർക്കറ്റിംഗ് സംവിധാനം സപ്ലൈകോയെ കൊണ്ട് ആവിഷ്കരിക്കാൻ കഴിയും. കാരണം ഇത്രമാത്രം ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള, അല്ലെ, ഒരു കേരളം മുഴുവൻ മാവേലി സ്റ്റോറുകളും അതിന്റെ സംവിധാനങ്ങളുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തി ഏറ്റവും വലിയ മാതൃകാ ഏജൻസിയാക്കി മാറ്റണം എന്നത് നമ്മുടെ സ്വപ്നമാണ്. തീർച്ചയായും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ അത് യാഥാർത്ഥ്യമാക്കുമെന്നുള്ള പൂർണ്ണമായ ഉറപ്പ്, അതിന് ഗവൺമെന്റിന്റെ പൂർണ്ണമായ എല്ലാ പിന്തുണയും ഈ വകുപ്പിൽ ഉണ്ടാകുമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകിയാണ്. ഓണക്കാലത്ത് ഒരു ബുദ്ധിമുട്ടും വരാതെ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ പ്രാവശ്യം അരിയുടെ കാര്യത്തിൽ
എല്ലാ മുൻഗണനക്കാർക്കും അല്ലാത്തവർക്കും എല്ലാം പലതരത്തിലുള്ള രീതിയിൽ ആവശ്യമായ അരി, നമുക്കറിയാം അരിയുടെ വില പെട്ടെന്ന് കൂടിയാൽ ഈ കൃത്രിമമായി അരിയുമായി ബന്ധപ്പെട്ട നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി മാർക്കറ്റിൽ വർദ്ധിക്കും. അപ്പൊ അരിയുടെ വില പിടിച്ചു നിർത്തണം, നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തണം, ആളുകൾക്ക് മാന്യമായി ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, നമ്മുടെ സ്റ്റോറുകളെല്ലാം ആരംഭിക്കുകയാണ്. ഓണവുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും അത് ആരംഭിക്കും. എല്ലാ പ്രധാനപ്പെട്ട 120-ലധികം നിയോജക മണ്ഡലങ്ങളിൽ അത് ആരംഭിക്കും. അത് 4 ദിവസം എന്നുള്ളത് 6 ദിവസം ആക്കിയിട്ടുണ്ട്. മാർക്കറ്റിൽ നല്ല ഇടപെടൽ നടത്തി ഓണക്കാലം നന്നായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വകുപ്പ് നടത്തുന്നത്. അതിനുള്ള എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുകൂടി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുതിയതായി നമ്മൾ പെടുത്തിയ അർഹരായ 73,024 കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി അവർക്ക് കാർഡുകൾ വിതരണം നടത്തുന്ന ഈ ചടങ്ങ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.